ആണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ടെമ്പിളിൽ പോയി ഭഗവാന്റെ ടെമ്പിള് എന്താ പറയാ വിസിറ്റ് ചെയ്യാൻ പറ്റും. അതൊരു സർവീസാണ്. അല്ലെങ്കിൽ അവിടെ നമുക്ക് പോകുന്ന സമയത്ത് വല്ല പൂവോ അല്ലെങ്കിൽ വല്ല ഫ്രൂട്ടോ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റും, അതൊരു സർവീസാണ്. പ്രസാദം കഴിക്കാൻ പറ്റും, അതും സർവീസാണ്. അതല്ലാതെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും, അത് മെയിൻ ആയിട്ടുള്ള വലിയൊരു സർവീസാണ്. അപ്പോ ഭഗവാന്റെ ഭക്തന്മാരെ സഹായിക്കാൻ പറ്റും, അല്ലെങ്കിൽ ടെമ്പിളിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വലിയ വലിയ സർവീസാണ്. ഇതൊന്നും ചെയ്തതുകൊണ്ട് നമുക്ക് ഒന്നും ഭഗവാന്റെ കൃപ കൂടുതൽ കിട്ടുക എന്നല്ലാതെ വേറൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോ ഈ ഈ സർവീസ് ചെയ്യുമ്പോ നമ്മൾ ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾക്കിപ്പോ നമ്മളെ ഏൽപ്പിച്ച പ്രഭു അല്ലെങ്കിൽ അയ്യോ അത് ചെയ്ത് തീർക്കണമല്ലോ എന്നൊരു ഇതിൽ ചെയ്തിട്ട് കാര്യമില്ല. ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ സർവീസ് ചെയ്യാൻ. അപ്പൊ ഈ സർവീസില് മുതിർന്ന ഭക്തന്മാരെ സേവിക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ സർവീസാണ്. ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുന്നതാണ് ഭഗവാനെ സേവിക്കുന്നതിനേക്കാളും ഭഗവാൻ ഇഷ്ടം. കാരണം ഭഗവാന്റെ ഭക്തന്മാർക്കാണ് ഭഗവാൻ കൂടുതലും എന്ത് കൊടുക്കുക, പ്രാധാന്യം കൊടുക്കുക. അപ്പൊ ഈ സർവീസിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ബുക്ക് എല്ലാവരിലേക്ക് എത്തിക്കാം. ഭഗവാന്റെ ബുക്ക് എന്ന് പറയുമ്പോൾ ശിലാ പ്രഭുപാദ്, നമ്മുടെ കയ്യിലുള്ളത് ശിലാ പ്രഭുപാദിന്റെ ബുക്സ് ആണ്. അപ്പൊ ആ ബുക്ക് ബാക്കിയുള്ളവരിൽ എത്തിക്കുന്നതിലൂടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഈ ഡൈറ്റി വർഷിപ്പ്, അതായത് ഭഗവാന്റെ വിഗ്രഹങ്ങളെ പ്രാർത്ഥിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ ചാൻറ്റ് ചെയ്യാൻ, ജപമാലയിൽ ചാൻറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരു സമയത്തെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കിടന്ന് ഉറങ്ങുമ്പോഴും ചെയ്യാൻ പറ്റും, രാവിലെ എഴുന്നേൽക്കുമ്പോഴും ചെയ്യാൻ പറ്റുമോ? അല്ല. നമ്മളത് നമ്മള് എന്താ പറയാ, കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് അതെടുക്കാൻ പറ്റും. ഇനി സമയമുണ്ട്, ആ സമയത്താണ് നമ്മളെല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, കിടന്നുറങ്ങുക. അതുപോലെ രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ നമ്മൾ പലക തേച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ ചാൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ബുക്ക് അങ്ങനെയാണോ? ബുക്ക് അങ്ങനെയല്ല. നമുക്ക് എപ്പോ വേണമെങ്കിലും കൊണ്ടെടുക്കാം, എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാം. അത് ഇനി ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം, അതിന് കാര്യമില്ല. അപ്പൊ ബുക്ക് എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ പുസ്തകങ്ങള് ഭഗവാൻ തന്നെ, അതിൽ ഓരോ വരിയും ഭഗവാൻ തന്നെയാണ് പറയുന്നത്. അതിൽ ഓരോ വരിയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓരോ വരിയിലും ഭഗവാന്റെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ പറയുന്നത്. അപ്പൊ ഒരാളിലേക്ക് ബുക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അത്രയും വേറൊരു കാര്യമാണ്. കാരണം ആ ബുക്ക് അയാള് ചിലപ്പോ വാങ്ങിക്കുന്നുണ്ട്, അയാള് ചിലപ്പോ ഭക്തനായിരിക്കില്ല, അയാള് ചിലപ്പോ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെക്കുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ബുക്ക് ഒരിക്കലും ഭഗവാന്റെ ബുക്കുകൾ ഒരിക്കലും ചുമ്മാതെ പോവില്ല. അത് എന്തെങ്കിലുമൊക്കെ ഉപയോഗം അവിടെ ഉണ്ടാവും. ചിലപ്പോ അയാൾ എടുത്തില്ലെങ്കിലും അയാളുടെ വരുന്ന തലമുറയിൽ ആരെങ്കിലും ഒരാൾ എടുത്തത് വായിക്കും, അത് ഉറപ്പായിരിക്കും. അല്ലെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കയ്യിലെത്തി അതും വായിക്കും, അത് ഉറപ്പായിരിക്കും. അപ്പൊ ബുക്കിന് അത്രയും പ്രാധാന്യമുണ്ട്, ഭഗവാന്റെ പുസ്തകങ്ങൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പൊ ഒരു വലിയൊരു എന്താ പറയാ എക്സിബിഷൻ പോലൊരു സ്ഥലം നടക്കുകയാണ്. അപ്പൊ തായ്വാനിലാണ് ഇത് നടക്കുന്നത്. ഭയങ്കര വലിയ എക്സിബിഷനാണ് അത്. നിങ്ങൾക്ക് വലിയ വലിയ ആൾക്കാർ വന്ന്, വലിയ വലിയ കമ്പനിയുടെ ഹെഡൊക്കെ വന്നിട്ട് ഭയങ്കര വലിയൊരു എക്സിബിഷനാണ്. ആ എക്സിബിഷനിൽ ഭഗവാന്റെ അതായത് ഇസ്കോണിലെ കുറച്ച് ഡിവോട്ടീസ് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ ആ ഭക്തന്മാരുടെ കയ്യിൽ ഭഗവത്ഗീത, ഭാഗവതം ഉള്ള ബുക്സ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം എക്സിബിഷനിലൊക്കെ വലിയ വലിയ ആൾക്കാരാ വരുന്നത്. അപ്പൊ അവരൊക്കെ ചിലപ്പോ ബുക്സ് ഒക്കെ വാങ്ങിക്കാറുണ്ട്. നമ്മള് ഭഗവാന്റെ ഭക്തന്മാർ, ഡിവോട്ടീസ് ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് കിട്ടുന്ന ഒരു ചാൻസ് പോലും വെറുതെ കളയാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സിബിഷനിലൊക്കെ പോയി, എക്സിബിഷൻ അങ്ങനെ വലിയ വലിയ ഇതൊക്കെ നടക്കുന്നിടത്ത് നമ്മൾ പോവാറുണ്ട്. കാരണം അവിടെ കൂടുതലും ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് പുസ്തകങ്ങൾ മേടിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഡിവോട്ടീസ് ഭഗവത്ഗീതയും ഭാഗവതവും അതേപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങളുമായിട്ട് ആ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്ത് പോവാണ്. അവിടെ പോയി എന്ത് ചെയ്യാണ്, ബുക്കുകൾ ഓരോരുത്തരായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ചില ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്, ചില ആൾക്കാർ വാങ്ങിക്കുന്നില്ല. അങ്ങനെ അതില് ഒരാള് വാങ്ങിക്കുകയാണ്, ഒരു പ്രൊഫസർ വാങ്ങിക്കുകയാണ്. അതായത് അദ്ദേഹം ഒരു ബുക്ക് വാങ്ങണം. അപ്പൊ അദ്ദേഹം ഈ ബുദ്ധിസം ആ ഒരു രീതിയിലാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ തായ്വാനാണ്. അപ്പൊ തായ്വാൻ അവിടെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിസം ആ ഒരു ഇതാണ് കൂടുതൽ. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ വാങ്ങിക്കുകയാണ്, ബുദ്ധിസത്തിന്റെ ഇത് വാങ്ങിക്കണം. അപ്പൊ ഡിവോട്ടീസ് പറയാണ് ഭഗവാൻ തന്നെയാണ് ബുദ്ധൻ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് ബുക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ഇത് മേടിക്കുകയാണ്. ഇദ്ദേഹം വീട്ടിൽ പോയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ആ പുസ്തകം തുറന്ന് ഭഗവത്ഗീതയാണ് വാങ്ങിക്കുന്നത്. ഭഗവത്ഗീത തുറന്നിങ്ങനെ വായിക്കുകയാണ്. വായിക്കുന്ന സമയത്ത് ആദ്യത്തെ 2-3 പേജ് വായിക്കുമ്പോ തന്നെ ഇതില് ബുദ്ധിസത്തിനെ കുറിച്ച് കൊടുത്തിട്ടില്ല.
അപ്പൊ ഇത് ബുദ്ധിസം അല്ല, ഇത് കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള ബുക്കാണ്, അതായത് ഹിന്ദുക്കളുടെ ബുക്കാണ്. ഇതിൽ ബുദ്ധിസത്തെ പറ്റി കൊടുത്തിട്ടില്ല. അപ്പൊ ഇത് എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, എടുത്ത് ആ ഷെൽഫിൽ വെക്കാണ്. പിന്നെ ഇദ്ദേഹം വിചാരിക്കും ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു ഹിന്ദു പ്രൊഫസർ ഉണ്ട്, അതായത് ഹിന്ദു ആയിട്ടുള്ള ഒരു പ്രൊഫസർ ഉണ്ട്. അപ്പൊ അദ്ദേഹം എന്തെന്ന് വെച്ചാൽ ഇവര് കൂട്ടുകാരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കാൻ, തന്റെ കയ്യിൽ ഇരുന്നിട്ട് വലിയ പ്രയോജനമില്ല, അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കാന്ന് വിചാരിക്കാം. അങ്ങനെ ആ പുസ്തകം എടുത്ത് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കാണ്. അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കാണ്. അപ്പൊ ഈ ഹിന്ദു പ്രൊഫസർ എന്ന് പറയുന്നത് ഒരു മായാവാദി ആയിട്ടുള്ള ഒരാളാണ്. അവർക്ക് ഈ ശങ്കരാചാര്യർ ആ ഒരു രീതിയിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എടുത്ത് ഇദ്ദേഹം വിചാരിക്കുകയാണ് ഇത് അങ്ങനത്തെ രീതിയിലുള്ള പുസ്തകമാണ്, ഇതെന്തിനും ഞാൻ വായിക്കുന്നതെന്ന് വിചാരിച്ച് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഷെൽഫിൽ, അദ്ദേഹത്തിന്റെ ബുക്ക് ഷെൽഫിൽ ഇത് കൊണ്ടുവയ്ക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ട് ഇദ്ദേഹത്തിന്റെ മകൻ വലുതായി, ഈ മകൻ ചെറുതായ സമയത്താണ് ഈ പുസ്തകങ്ങളൊക്കെ കൊടുക്കുന്നത്. മകൻ വലുതായി ഈ മകന് ഇംഗ്ലീഷ് പഠിക്കണം. കാരണം നമുക്ക് പല രാജ്യങ്ങളിലും ഇംഗ്ലീഷ് അത്ര അവരുടെ മെയിൻ ലാംഗ്വേജ് ആയിട്ട് അവർ എടുക്കാറില്ല. ഇപ്പൊ നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അതുണ്ടെങ്കിലും പല പല രാജ്യങ്ങളിൽ അവർ ഇംഗ്ലീഷ് അധികം ഉപയോഗിക്കാറില്ല. അപ്പൊ അതേപോലെ ഈ തായ്വാനിലും ഇംഗ്ലീഷ് അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. അവരുടെ ഭാഷയാണ് കൂടുതൽ ഉപയോഗിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരുടെ ഭാഷയാണ് ഉപയോഗിക്കുക, ഇംഗ്ലീഷ് അധികം ഉപയോഗിക്കാറില്ല. അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന്റെ മകൻ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാണ്, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നൊരു രീതിയിൽ വന്നിട്ട് ഈ ബുക്ക് ഷെൽഫിൽ അതിന് പറ്റിയ വല്ല ബുക്കുണ്ടോ, ഇംഗ്ലീഷ് ബുക്കുണ്ടോ എന്ന് നോക്കാണ്. അപ്പൊ നേരെ കാണുന്നത് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഭഗവത്ഗീത എടുക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്ന രീതിയിൽ എടുക്കും. അങ്ങനെ ഭഗവത്ഗീത കൊണ്ടുവയ്ക്കും. ഡിക്ഷണറി ഉണ്ട്, അതായത് അവരുടെ ലാംഗ്വേജും ഇംഗ്ലീഷും ആയിട്ടുള്ള ഡിക്ഷണറി ഉണ്ട്, മനസ്സിലാവാൻ വേണ്ടി ഡിക്ഷണറി എടുത്ത് അടുത്ത് വയ്ക്കും. എന്നിട്ട് ഇദ്ദേഹം ഭഗവത്ഗീത തുറന്ന് വായിക്കും. അപ്പൊ ആ ഡിക്ഷണറി എന്ത് ചെയ്യും, കൂടെ തുറന്നു വെക്കും. അപ്പൊ എന്നിട്ട് ഇദ്ദേഹം ഓരോ വേർഡും വായിച്ച് അത് മനസ്സിലാവാത്തതൊക്കെ ഡിക്ഷണറിയിൽ നോക്കി അങ്ങനെയാണ് ഇദ്ദേഹം വായിക്കുന്നത്. അങ്ങനെ വായിച്ച് അവസാനം എന്തായി, ഇദ്ദേഹത്തിന് ആ ഒരു ഭക്തി, ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു ഭക്തി പുറത്തു വരാൻ തുടങ്ങി. അപ്പൊ ഇത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയാണ് വന്നത്, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇദ്ദേഹം ഈ പുസ്തകം തുറന്നത്, അല്ലെങ്കിൽ ഭഗവത്ഗീത തുറന്നത്. പക്ഷെ എന്ത് പറ്റി, ഇദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഭക്തി എന്താണോ അത് അദ്ദേഹം പുറത്തു വരാൻ തുടങ്ങി. അപ്പൊ ഈ പുസ്തകം അദ്ദേഹം വായിച്ച് അവസാനം ഭഗവത്ഗീത അധികം മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് ഇംഗ്ലീഷും പഠിക്കാൻ പറ്റും. അപ്പൊ രണ്ട് കാര്യങ്ങൾ നടന്നു, ഒന്ന് ഭക്തനും ആവാൻ പറ്റി, രണ്ട് ഇംഗ്ലീഷും പഠിക്കാൻ പറ്റും. അത് രണ്ടും എന്തുകൊണ്ട് സാധിച്ചു, ഭഗവത്ഗീത സാധിച്ചു. അപ്പൊ അത് എവിടെയൊക്കെ പോയിട്ട് അത് ആദ്യം ആ ഡിവോട്ടിയുടെ കഴിഞ്ഞ എക്സിബിഷനിലോട്ട് പോയി, അവിടെ നിന്നിട്ട് എന്ത് ചെയ്തു, ഒരു ആള് വാങ്ങിച്ചു, ഒരു പ്രൊഫസർ വാങ്ങിച്ചു. ആ പ്രൊഫസർ അദ്ദേഹത്തിന്റെ സുഹൃത്തിന് കൊടുത്തു. അദ്ദേഹത്തിന്റെ മകനാണ് ഇത് ഉപയോഗപ്പെട്ട ഭഗവത്ഗീത ഉപയോഗപ്പെട്ട. അപ്പൊ ഓരോ പുസ്തകവും അല്ലെങ്കിൽ ഭഗവാന്റെ പ്രഭുപാദിന്റെ ഓരോ പുസ്തകത്തിനും ഓരോരുത്തരുടെ കയ്യിലെത്താനുള്ള ഇതുണ്ട്. അത് എത്തുകയും ചെയ്യും, അവരുടെ ലൈഫിൽ അതിനെ മാക്സിമം ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ പല പല വലിയ ഭക്തന്മാരും ഇസ്കോണിലോട്ട് എത്തിയത് ബുക്ക് വഴിയാണ്, പ്രഭുപാദിന്റെ ബുക്ക് വഴിയാണ്. കാരണം പ്രഭുപാദിന്റെ ബുക്കിന് അത്രയും എന്താ പറയാ, ഒരു മാജിക് ഉണ്ട് അതിൻ്റെ അകത്ത്. അതിന് ആരെ വേണമെങ്കിലും അതിലോട്ട് ആ ബുക്കിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആകർഷിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു മാജിക് ഉണ്ട്. കാരണം പ്രഭുപാദ് ഇന്നും പ്രഭുപാദിന്റെ പുസ്തകത്തിലെ ഓരോ വരിയിലൂടെ നമ്മളെ കൂടെ ഉണ്ട്, നമ്മളെ കൂടെ ചെയ്യുന്നുണ്ട്. പല ആൾക്കാർക്കും ഭഗവാന്റെ ബുക്ക് അല്ലെങ്കിൽ പ്രഭുപാദിന്റെ ബുക്ക് എന്താ പറയാ, ജീവൻ വരെ ഉപേക്ഷിക്കാൻ നിന്ന ആൾക്കാർക്ക് വരെ അത് ഉപയോഗപ്പെട്ട് ഇന്ന് വലിയ വലിയ ഡിവോട്ടീസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ബുക്ക് അല്ലെങ്കിൽ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുന്നത് അത്രയും വലിയ കാര്യമാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ബുക്ക് ഒരാൾക്ക് കൊടുക്കുക എന്നായിരിക്കും, പക്ഷെ അതിന്റെ പിന്നിൽ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ ബുക്ക് ഡിസ്ട്രിബ്യൂഷന് ഈ ബുക്ക് കാരണം, അതായത് ബ്രസീലില് ഒരു ഡിവോട്ടി ഉണ്ടായിരുന്നു. ആ ഡിവോട്ടി ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പൊ ഈ ബ്രസീലിലുള്ള ആൾക്കാർ നമുക്കറിയാം, അവര് കൂടുതലും ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കാരണം ബ്രസീലിലെ കൂടുതൽ ആൾക്കാർ ഫുട്ബോൾ കളിക്കാരാണ്. അതുകൊണ്ട് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ ബ്രസീലിലെ ആൾക്കാർ. അങ്ങനെ അതിൽ നിന്ന് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഒരിക്കൽ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ ഒരു ഇതിലൂടെ നടന്നു പോകുന്ന സമയത്താണ് ഈ ഡിവോട്ടിയെ കാണുന്നത്. അപ്പൊ ഈ ഡിവോട്ടി വന്നിട്ട് അദ്ദേഹത്തിനോട് ഒരു ബുക്ക് വാങ്ങി, ഭഗവത്ഗീത വാങ്ങി അല്ലെങ്കിൽ ഒരു ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിർബന്ധിക്കാൻ. അങ്ങനെ അവസാനം അദ്ദേഹം ഒരു പുസ്തകം വാങ്ങിക്കാണ്, ഭഗവത്ഗീത മേടിക്കുകയാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹം ഇങ്ങനെ തുറന്നു നോക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇത് സാൻസ്ക്രിറ്റ് ഇംഗ്ലീഷ് ഒക്കെയാണ്, എനിക്കിത് വായിക്കാൻ വലിയ പ്രയോജനമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എടുത്ത്
എന്ത് ചെയ്യാണ്, ഷെൽഫിൽ കൊണ്ട് വെക്കുകയാണ്. അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ട് വെക്കാം. അങ്ങനെ 10 വർഷം കഴിയാണ്. 10 വർഷം കഴിഞ്ഞ്, ഞാൻ പറഞ്ഞില്ല ഇദ്ദേഹം ഒരു ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഈ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ഒരു ആളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഫുട്ബോൾ കളിക്കുന്ന ഒരു കളിക്കാരനെ ഭയങ്കര വലിയ ഫാനാണ്. അയാളുടെ പേര് ഡേവിഡ് ബെക്കാൻ എന്നാണ്. അപ്പൊ ഈ ഡേവിഡ് ബെക്കാൻ ന്റെ വലിയ ഫാൻ. അപ്പൊ നമുക്ക് ഡേവിഡ് ബെക്കാനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ആ ഡേവിഡ് ബെക്കാന്റെ ദേഹത്ത് ഫുള്ള് സാൻസ്ക്രിറ്റില്, അതായത് സംസ്കൃതത്തില് ഓരോന്ന് ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, ടാറ്റു ചെയ്തിട്ടുണ്ട്. ഡേവിഡ് ബെക്കാന്റെ ദേഹത്ത് മുഴുവൻ സംസ്കൃതത്തിന് ടാറ്റു ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡേവിഡ് ബെക്കാന്റെ വലിയ ആരാധകനായി ഇദ്ദേഹം എന്ത് ചെയ്തു, ഇതേപോലെ എനിക്കും കയ്യില് ഇത് ചെയ്യണം. നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണല്ലോ, നമുക്ക് ആരെങ്കിലും കാണുമ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ അയാളെ പോലെ അനുകരിക്കാൻ നമ്മൾ ശ്രമിക്കുക, അയാളെ പോലെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അതേപോലെ ഇദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് ഇദ്ദേഹം പറയും എനിക്കും അതേപോലെ സംസ്കൃതത്തിൽ എന്തെങ്കിലും അടിക്കണം, ഇദ്ദേഹത്തിങ്ങനെ ഇത് ചെയ്യണം എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഗൂഗിളില് പോയി സെർച്ച് ചെയ്യാം. പക്ഷെ അദ്ദേഹത്തിന് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യാൻ വയ്യ. അദ്ദേഹത്തിന് ഭയങ്കര ഇതായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് അദ്ദേഹം ബുക്ക് നോക്കാം. ആ സമയത്താണ് ഇദ്ദേഹം ആലോചിക്കുന്നത്, അന്ന് ഞാൻ ഇതേപോലെ ഒരു സംസ്കൃതത്തിന്റെ ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹം ആ ഷെൽഫിൽ പോയി ആ പുസ്തകം എടുക്കും. അപ്പൊ 10 വർഷത്തിന് ശേഷമാണ് ഇത് തുറന്നു നോക്കുന്നത്. അപ്പൊ അതെടുത്ത് അതിന്റെ പൊടിയൊക്കെ തട്ടി അത് തുറന്നിട്ട് ഇദ്ദേഹം നല്ലൊരു വേർഡിന് വേണ്ടിയിട്ട്, അതായത് കയ്യിൽ ടാറ്റു അടിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല വാക്ക് എന്താണോ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. കാരണം നമ്മളിങ്ങനെ ടാറ്റു ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഭയങ്കര ഇതായിട്ടുള്ള വാക്കൊക്കെ നോക്കിയല്ലേ അടിക്കുക. അപ്പൊ അതേപോലെ അദ്ദേഹം അതിൽ നിന്ന് നല്ലൊരു വാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി അദ്ദേഹം ചെയ്യും. അപ്പൊ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ അദ്ദേഹം ഓരോ വാക്കുകളായിട്ട് വായിക്കും. സാൻസ്ക്രിറ്റിൽ എഴുതിയിരിക്കുന്നത് അതിന്റെ താഴെ ഇംഗ്ലീഷിന്റെ ഇതും കാണൂല, അതും കൂടെ ചേർത്താണ് അദ്ദേഹം വായിക്കുന്നത്. അങ്ങനെ വായിച്ച് 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 ശരിക്കും താൻ എന്തിനാണ് ഇവിടെ എത്തിയത്, ഒരു വേർഡ് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു വാക്ക് എടുക്കാൻ വേണ്ടി, ടാറ്റു അടിക്കാൻ വേണ്ടി ഒരു വാക്ക് എടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് അദ്ദേഹം മറന്നുവാണ്. കാരണം ഭഗവത്ഗീത വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു മാജിക് ഉണ്ട്. ആ മാജിക് അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു ഇതുണ്ട്, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ എന്തിനാണ് നമ്മൾ ഭഗവത്ഗീത എടുത്തത്, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, അത് നമ്മൾ മറന്നു. അതേപോലെ ഇദ്ദേഹം എന്ത് ചെയ്തു, താൻ എന്തിനാണ് ശരിക്കും വന്നത് എന്നുള്ള കാര്യം മറന്നു ഇദ്ദേഹം വായിക്കാൻ തുടങ്ങാണ്. അങ്ങനെ വായിച്ച് വായിച്ച് 2 മാസം കൊണ്ട് ഇദ്ദേഹം ഭഗവത്ഗീത മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഡിവോട്ടി ആവാണ്. അപ്പൊ ആ ഡിവോട്ടി അദ്ദേഹം ഭക്തിയിലായത് കാരണം അദ്ദേഹത്തിന്റെ ഫാമിലി മുഴുവൻ, ഭാര്യയും മക്കളും ഒക്കെ ഡിവോട്ടി ആവാണ്. അദ്ദേഹം അവരെയും കൊണ്ട് ടെമ്പിളിൽ പോവാണ്. അങ്ങനെ ഇന്ന് അവിടെ നിൽക്കുന്ന, അതായത് ഡിവോട്ടീസ് ആയിട്ട് വലിയ വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരില്ലേ, അതില് ഒരാളായിട്ട് ഇദ്ദേഹം മാറാണ്. അപ്പൊ അത്രയും വലിയ ഭക്തനായിട്ട് മാറാണ്. ഇത് യഥാർത്ഥത്തിൽ നടന്ന കഥകളാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു ബുക്ക് ഒരാളുടെ ജീവിതത്തിൽ മാറ്റിമറിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ശരിക്കും ഒരു ഫാനായിട്ട്, ഒരു ആരാധകനായിട്ട് ഒരു വാക്ക് നോക്കാൻ വന്ന ആള് ഇന്ന് വലിയ ഡിവോട്ടി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഭക്തിയില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരിക്കും നമുക്ക് എന്ത് ചെയ്യാ കിട്ടുന്നത്. കാരണം നമ്മൾ പലപ്പോഴും ആലോചിക്കും, ഞാൻ ഇതാണ് പ്രതീക്ഷിച്ചത്, എനിക്ക് എന്തുകൊണ്ടാണ് ഇത് കിട്ടാത്ത. നമ്മുടെ ലൈഫിൽ ഒരുപാട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നടക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇതെന്ന്. പക്ഷെ എന്ന് നടക്കണമെങ്കിലും അതിന്റെ പിന്നിൽ ഒരു വലിയ കാര്യം ഉണ്ടാവും നമ്മൾ ചിന്തിക്കുക. അത് ഭഗവാന്റെ കൃപ ഉള്ളത് കൊണ്ടാണ് ആ കാര്യം നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക. അല്ലാതെ അതിനെ നമ്മൾ അയ്യോ ഞാൻ ചെയ്തത് കൊണ്ടാണ് ഇത് പറ്റിയത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചതെന്ന് നമ്മൾ ചിന്തിക്കാതെ അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുക. അപ്പൊ അതിന് എക്സാമ്പിൾ, അതായത് നമുക്ക് സുധാമേനെ എടുക്കാം. സുധാമ എന്ത് ചെയ്യാം, ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹം ഒട്ടും എന്താ പറയാ, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അത്രയും ദാരിദ്ര്യമായിരുന്നു അദ്ദേഹത്തിന്. അത് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള ഒരു ഇത് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അത്രയും ദാരിദ്ര്യമായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ട് വന്നപ്പോ അദ്ദേഹത്തിന് എല്ലാം കിട്ടി. പക്ഷെ എന്തുകൊണ്ടായിരിക്കും സുധാമാവിന് ഈ ദാരിദ്ര്യം വന്നത്? അത് സുധാമാവിന്റെ തെറ്റാണോ? ആണ്, സുധാമാവിന്റെ തന്റെ കർമ്മത്തിന്റെ ബലമാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും വന്നത്? അതിന് കാരണമുണ്ട്. അത് പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുധാമ ഭഗവാന് കളിക്കൂട്ടുകാരാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഇവര് കളിക്കുന്ന സമയത്ത്, അതായത് പണ്ട് ഗുരുകുല സമയത്താണ് ഇവര് കൂടുതലും കൂട്ടുകാരെല്ലാരും കൂടെ കൂടുതലും ഒരു അടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഗുരുകുല സമയത്ത് നമുക്കറിയാം, ഗുരുകുലത്ത് ഈ ഗുരുവിന്റെ പത്നി പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അപ്പൊ അങ്ങനെ ഗുരുവിന്റെ പത്നി ഇവരെ വിറക്
എടുക്കാൻ വേണ്ടി വിടുകയാണ്. അപ്പൊ ഇവരെല്ലാരും വിറകെടുക്കാൻ വേണ്ടി ദിവസവും പോവാറുണ്ട്. അങ്ങനെ ഒരു ദിവസം പോവാണ്. പക്ഷെ ഗുരുവിന്റെ പത്നി നോക്കുമ്പോ അന്ന് നല്ല മഴയൊക്കെ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗുരുവിന്റെ പത്നി എന്ത് ചെയ്യാണ്, കുറച്ച് ഈ കപ്പലണ്ടി ഇല്ലേ, കപ്പലണ്ടി കുറച്ച് ഇങ്ങനെ വറുത്ത്, നമ്മൾ സാധാരണ മഴക്കാലത്ത് ചില ആൾക്കാർക്ക് കഴിക്കാറുണ്ട്, കപ്പലണ്ടിയൊക്കെ ഇങ്ങനെ വറുത്തിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഇതിൽ കെട്ടി സുധാമാവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇത് നിങ്ങൾ എല്ലാരും കൂടെ കഴിക്കണം. എങ്ങാനും മഴ കാരണം നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാരും കൂടെ കഴിക്കും, നിങ്ങൾ വിശന്നിരിക്കേണ്ട, എല്ലാരും കൂടി ഇത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് സുധാമാവിന്റെ കയ്യിൽ ഇത് കൊടുത്തയക്കാണ്. അപ്പൊ എല്ലാവരും പോവാണ്, വലിയ കാട്ടിലോട്ട് പോവാണ്. കാട്ടിലോട്ട് പോയിട്ട് ഓരോരുത്തരായിട്ട് വിറകെടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അങ്ങനെ വിറകൊക്കെ എടുത്ത് തലയിൽ വെച്ചോണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഭയങ്കര വലിയൊരു മഴ പെയ്യാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്യാണ്, ആ സമയത്ത് കാടാണ്, അപ്പൊ അടുത്തൊന്നും കയറി നമുക്ക് നിൽക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അവര് ഒരു വലിയ മരം, അതായത് ഭയങ്കര വലിയ ഇലകളൊക്കെ ഉള്ള ഒരു വലിയ മരത്തിന്റെ കീഴില്, അത് ഏറ്റവും മുകളിൽ കയറിയിരിക്കുകയാണ്. അപ്പൊ ഈ മരത്തിന്റെ കൊമ്പിൽ കയറി ഇരിക്കുമ്പോ മഴ അധികം തട്ടില്ല, കാരണം ഈ മരത്തിന്റെ ഇലകള് മറയ്ക്കുന്നതുകൊണ്ട് മഴ അധികം തട്ടില്ല. അങ്ങനെ ഇവര് അവിടെ പോയി ഇരിക്കുകയാണ്. അപ്പൊ അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് സുധാമ ഏറ്റവും മുകളിലുള്ള ഇതിലും കൃഷ്ണബലരാമാര് ഏറ്റവും താഴെയുള്ള ആ ഒരു ഇതിൽ നിൽക്കുകയാണ്, അതിന്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ സുധാമാവിന് ഈ മഴ കാരണം വിശന്ന് എന്ത് ചെയ്യാണ്, ആ കപ്പലണ്ടി തുറന്ന് കഴിക്കാൻ തുടങ്ങുകയാണ് സുധാമ. അങ്ങനെ കഴിച്ചു തുടങ്ങിയപ്പോ അത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇനി ആർക്ക് കൊടുക്കാനുള്ള ഒരു ഇത് അങ്ങനെയാണ്. സ്വാഭാവികമായിട്ട് നമ്മളും അങ്ങനെയാണല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടി അത് ഭയങ്കര നല്ലതാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ആർക്ക് ഷെയർ ചെയ്യാറില്ല. അങ്ങനെ സുധാമാവിന് എന്ത് ചെയ്തു, അത് കഴിച്ചു തുടങ്ങിയിട്ട് എന്ത് ചെയ്തു, അത് ആർക്ക് കൊടുക്കാൻ തോന്നിയില്ല. അപ്പൊ നമുക്കറിയാം ഈ കപ്പലണ്ടി ഒക്കെ നല്ല എന്താ പറയാ ഭയങ്കര കട്ടിയുള്ള സാധനമാണ്. അപ്പൊ കഴിക്കുന്ന സമയത്ത് ശബ്ദം കേൾക്കാറുണ്ട്. അങ്ങനത്തെ കട്ടിയുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ ശബ്ദം കേൾക്കും. അപ്പൊ ഇങ്ങനെ ശബ്ദം കേട്ടിട്ട് കൃഷ്ണബലരാമാര് ഭഗവാൻ എന്താ ശബ്ദം കേൾക്കുന്നത്, നീ എന്താ കഴിക്കുന്നേന്ന് ചോദിക്കും. അപ്പൊ സുധാൻ പറയാ, അല്ല, എനിക്ക് തണുക്കുന്നത് കൊണ്ട് എന്റെ പല്ല് രണ്ടും ഇങ്ങനെ കൂട്ടിയിടിക്കുന്ന ശബ്ദമാണ്, ഞാനൊന്നും കഴിക്കുന്നില്ല എന്ന് കള്ളം പറയും. അങ്ങനെ ഇവര് മഴയൊക്കെ ഒരുപാട് നേരമായി, മണിക്കൂറുകളും പെയ്തോണ്ടിരിക്കുകയാണ്. കാരണം നമ്മളൊരു കാര്യം ആലോചിക്കണം, അവർ കാട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ സാധാരണ ഇവിടെ മഴ പെയ്യുന്നതിനേക്കാളും 10 ഇരട്ടിയാണ് കാട്ടിലൊക്കെ പെയ്യാറ് മഴ. അതുകൊണ്ട് തന്നെ മഴ ഇങ്ങനെ പെയ്തോണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഭഗവാനും കൂട്ടുകാർക്കൊക്കെ വിശന്നു തുടങ്ങി. അപ്പൊ അപ്പോഴാണ് ഇവര് ഗുരുമാത കപ്പലണ്ടി കൊടുത്തു വിട്ട കാര്യം ആലോചിക്കുന്നത്. അങ്ങനെ ഇവര് മുകളിൽ സുധാമയോട് ചോദിക്കുകയാണ്, നീ കപ്പലണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കാം. അപ്പൊ സുധാമ ആ സമയം കൊണ്ട് എല്ലാം കഴിച്ചു തീർക്കുകയും ചെയ്തു. അപ്പൊ സുധാമ പറയാണ്, അയ്യോ, ഞാനത് നേരത്തെ കഴിച്ചു, ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊന്നും വേണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ നേരത്തെ ഒറ്റ കഴിച്ചു തീർത്തു എന്ന് പറയാം. അപ്പൊ അപ്പൊ അവർക്ക് ശരിക്കും അപ്പൊ ഭഗവാൻ ഇവിടെ വിശന്നിരിക്കുകയാണ്, കൂട്ടുകാരും വിശന്നിരിക്കുകയാണ്. അപ്പൊ അത് ഭഗവാന് എന്ത് ചെയ്യുന്നതിന് തുല്യായി, ഒഫൻഡ് ചെയ്യുന്നതിന് തുല്യായി. അപ്പൊ ഇത് എന്ത് ചെയ്തു, ഈ ഒരു കർമ്മം സുധാമാവ് ഇവിടെ ചെയ്ത കർമ്മം, അത് കാരണം ഭഗവാൻ മാത്രമല്ല, ഭഗവാന്റെ ബലരാം സ്വാമി ഭഗവാന്റെ കൂട്ടുകാരന്മാരൊക്കെ വിശന്നിരിക്കേണ്ട അവസ്ഥയായി. ഈ ഒരു കർമ്മം കാരണമാണ് എന്ത് ചെയ്തത്, സുധാമാവിന് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോവേണ്ടി വന്നത്. അപ്പൊ ആ കർമ്മം എങ്ങനെ തിരിച്ചു വന്നു, അവിടെ അതേ ഒരു അവൽപുതിയായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോയി ഭഗവാൻ അത് കൊടുക്കേണ്ടി വന്നു. പക്ഷെ ഭഗവാൻ അത്രയും കാരുണ്യവാൻ, ഭഗവാൻ അദ്ദേഹത്തിന് സുധാമാവിന് വേണ്ട കാര്യങ്ങളെല്ലാം സുധാമാവിന് കൊടുക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഭഗവാൻ നോക്കുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ വരെ, ചിലപ്പോൾ അത് ചെറിയ തെറ്റായിരിക്കും, പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ വരെ അത് അത്രയും പ്രശ്നമാണ്. നമുക്ക് ആ കർമ്മം ഉറപ്പായിട്ടും കിട്ടും. എല്ലാ കാര്യത്തിലും, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് കർമ്മം ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ സുധാമാവ് ഇവിടെ ചെയ്ത ആ ഒരു ചെറിയ തെറ്റിനാണ്. കാരണം ഗുരുമാത എന്താണ് പറഞ്ഞത്, എല്ലാവർക്കും ഒരേപോലെ വീതിക്കാനാണ് പറഞ്ഞത്. ആ ഗുരുമാതയെ പറഞ്ഞ കാര്യം കേൾക്കാതെ സുധാമ ഒറ്റയ്ക്ക് എല്ലാം കൂടെ കഴിച്ചതുകൊണ്ട്, ഭഗവാൻ വിശന്നിരുന്നത് കൊണ്ടാണ് തിരിച്ച് ആ ഒരു കർമ്മം സുധാമാവിന് തിരിച്ചു കിട്ടി. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഭഗവാന്റെ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അത് അത്രയും സൂക്ഷിച്ച് ഓർഡർ ചെയ്യണം. കാരണം ഭഗവാനല്ലേ, ഭഗവാൻ എവിടെ കേൾക്കാനാണ്, അല്ലെങ്കിൽ ഭഗവാൻ എവിടെ കാണാനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ട് എന്തോ പോലെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം, അതിപ്പോ ഭഗവാന്റെ ബുക്ക് വായിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ചാൻഡ് ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് ചെയ്താലും അത് ചെയ്യുമ്പോ നല്ല വൃത്തിക്ക് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല കാര്യമാണല്ലോ മോള് പറഞ്ഞത്. ഇതേപോലെ തന്നെ ഞാൻ